ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വപ്നം തന്നെയാണ് ഒരു വീട് പണിയാന്നുള്ളത്. എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം നടുമുറ്റാണ്. ഒരുപാട് മൊമെന്റ്സ് മെമ്മറീസ് നിറഞ്ഞൊരു സ്പേസ് ആണ് ഇതൊക്കെ. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പല കളേഴ്സിന്റെ ഒരു ബ്യൂട്ടി കാണാം. ഈ ബെഡ്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഇവിടുത്തെ ഈ സപ്രമഞ്ച കട്ടിലാണ്. എല്ലാവർക്കും മൈൻഡിലുള്ളൊരു ആഗ്രഹമായിരുന്നു 4 കെട്ട് വേണം എന്നുള്ളത്. വളരെ ഷോർട്ട് ടൈമിൽ ഒരു കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ്. വിത്ത് ഇന്റീരിയർ 7 മാസത്തിനുള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ ക്ലയന്റ് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് 7 മാസമാണ് സമയമുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ വർക്ക് തീർക്കണം. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട് വേണം, അത് 4 കെട്ടാവണം. ഇതാണ് അവർ പറഞ്ഞത്. എന്നാൽ നമുക്കൊരു പ്രൈവസി ഉണ്ട്. അതായത് പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു സ്പേസിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കണ്ടാൽ അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഇവർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടുകയും ചെയ്യും. എന്ന് രാവിലെ നമ്മൾ ഉണരുമ്പോൾ ബിബിചാൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്ത് ഡിസൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു ടെറാക്കോട്ട ഫിനിഷിലുള്ള ടൈലാണ്, പക്ഷേ ചെറിയൊരു ടെക്സ്ചർ, ഒരു പാറ്റേൺ ആയിട്ട് ഒക്കെ ഉള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ഹാൻഡ് റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്ലാന്റർ ബ്ലോക്സ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു നടന്നൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ ആ ഒരു വേറൊരു ഫീലാണ്, മൊത്തത്തിലൊരു എയറി ഫീലാണ്. അവർ പറഞ്ഞ പോലെ തന്നെ ഈ വീട് ഒത്തിരി ആഗ്രഹിച്ച് നേടിയതാണ്. എടുത്തു പറയാനൊന്നുമില്ല, ഈ വീടിൻ്റെ എല്ലാ ഭാഗവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണൂത്തിക്കടുത്താണ്. ഹാഫ് മൂൺ ആൻഡ് ലൈക്ക ഇന്റീരിയേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ള 2800 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഒരു കേരള ട്രോപ്പിക്കൽ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീടിന്റെ മുന്നിലാണ് ആർക്കിടോക്സ് എന്നത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു കല്യാണവും പാലുകാച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു കല്യാണവും പാലുകാച്ചും പോലത്തെ ഒരു ഹറിബറിയിൽ എങ്ങനെ ഒരു വീട് പണി കംപ്ലീറ്റ് ആക്കി എന്നുള്ളതിന്റെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ മുറ്റവും ലാൻഡ്സ്കേപ്പും പരിപാടിയൊക്കെ ഇനി അവർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വീട് എന്തായാലും തീർന്നിട്ടുണ്ട്. വീടിനകത്തെയും കുറച്ച് പരിപാടികൾ പെൻഡിങ് ഉണ്ട് അല്ലേ? കുറച്ച് പരിപാടികൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എലിവേഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ട്രഡീഷണൽ ട്രോപ്പിക്കൽ ടച്ച് ഉള്ള രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ നാടൻ ഓട് തന്നെ കൊടുത്തിട്ട് അതിൽ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. വീടിന്റെ മെയിൻ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ആ മുഖപ്പിന്റെ ഒരു പോർഷൻ ഒക്കെ ഇങ്ങനെ ഡിസൈൻ തന്നെ 3 ഭാഗത്തും അങ്ങനെയുള്ളൊരു മുഖപ്പ്, അതിന്റെ ഒരു പാറ്റേൺ CNC കട്ട് ചെയ്തിട്ട് വൈറ്റ് കളറിൽ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഷാഡോ ഒക്കെ ഉണ്ട് അവിടെ അടിക്കുന്നതിന്റെ ഒക്കെ ഒരു ഭംഗി കാണാം. എല്ലാ സൺഷെയ്ഡും അല്ലെങ്കിൽ റെയിൻ ഷെയ്ഡ് ജിയുടെ സ്റ്റീൽ പൈപ്പിലാണ് അവർ സപ്പോർട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. കുറേ ഭാഗം ഫ്രണ്ടിലോട്ട് ചരിഞ്ഞും കുറേ ഭാഗം സൈഡിലോട്ട് ചരിഞ്ഞും റൂഫ് ഇങ്ങനെ പല പാറ്റേണിൽ ചരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗിയും വീടിനുണ്ട്. മുറ്റത്ത് നിൽക്കുന്ന ഈ മാവൊക്കെ കുറച്ചും കൂടെ ഒക്കെ നന്നായി നല്ല തളിർത്ത് വളർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. വീടുമായിട്ട് നല്ലോണം ചേരും അത്. കറക്റ്റ് ആ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഉള്ളത് ഒബ്വിയസ്ലി നമ്മൾ ഈ മുറ്റമൊക്കെ ലെവലും അല്ല, പ്രോപ്പറായിട്ട് ഒന്ന് ഇന്റർലോക്കിങ്ങോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല വൃത്തിയാവും. പിന്നെ വീടിന്റെ എലിവേഷനിലൊക്കെ നമുക്ക് കാണാം പ്ലാസ്റ്ററിൽ ചില ഗ്രൂസ് ഒക്കെ ഇട്ട് വീടിന്റെ കോർണർ ആ ഒരു എഡ്ജസും ഒക്കെ അവര് ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് ടെറാക്കോട്ട കളർ, പിന്നെ ഡാർക്ക് ബ്രൗൺ ഗ്രേ കളറിന്റെ ഇത്രയും കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വീടിന്റെ എലിവേഷനിൽ കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനലുകളെല്ലാം തന്നെ സ്റ്റീലിന്റെ ഫ്രെയിമും സ്റ്റീലിന്റെ ഷട്ടറും ആണ് ജനലുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും ആ ഒരു ഡാർക്ക് കളറിലെ ബ്രൗൺ പെയിന്റ് കൊടുത്ത്, അപ്പോൾ ഈ വൈറ്റ് കളറും കൂടെ ആയതുകൊണ്ട് നല്ലോണം പോപ്പ് ചെയ്ത് കാണിക്കും. പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നേരെ വീടിനകത്തോട്ട് തന്നെ കയറാം. വീടിന്റെ സിറ്റൗട്ടിലോട്ട് കയറുമ്പം നമ്മുടെ പഴയ വീട്ടിലെ വരാന്തയോടൊക്കെ സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഇച്ചിരി നീട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള സീറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഈ ഒരു കോർണർ വീടിനോട് ചേർന്ന് അകത്തോട്ട് ഒരു സ്പേസ് പോലെ കിട്ടിയിട്ടുണ്ട്. അവിടെ അവർ അത്യാവശ്യം ഗ്രീൻ സ്പേസ് ആയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത് തന്നെ ഒരു വിളക്കുമാടമൊക്കെ കൊടുത്തിട്ടുണ്ട് കല്ലിൽ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ഒരു 2-3 പടി കയറിയാണ് വീടിന്റെ ലെവലിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിൽ നമ്മൾ ആ ഭാഗത്തായിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു കോർണറിൽ ഗ്രീൻ സ്പേസ് അവർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കോയി പോണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാർപ്പും ഗപ്പിയൊക്കെ ഇട്ട് ഇത് അതിന്റെ നടുക്കായിട്ട് ഒരു പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെടി വരുന്നുണ്ട്. ഇത് എന്തോ പൂന്നറിയത്തില്ല, ചെമ്പകം പോലൊക്കെ ഇരിക്കുന്നു. സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോർ ആയാലും ഒരു ബ്രോൺസ്, ഒരു കോപ്പർ കളർ, ഒരു ടെറാക്കോട്ട കളറിലുള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ബോർഡർ പോലെ ഒരു പാറ്റേൺ ടൈലൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് പീസ് വെച്ചിട്ടാണ് സീറ്റിംഗ് സ്പേസ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ സൈഡിലായാലും കലാറ്റിയും കാര്യങ്ങളൊക്കെ നട്ട് നല്ലതായിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ഇവിടോട്ട് അടിക്കുന്ന വെയിലൊക്കെ കറക്റ്റ്
കവർ ചെയ്തൊരു പാർട്ടീഷൻ പോലെ ഇവിടെ നിൽക്കുകയും ചെയ്യും. മുകളിലാണെങ്കിൽ ഫോൾ സീലിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ കൂരയുടെ ചരിവ് അതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. നമുക്കപ്പം ഇനിയും അകത്തോട്ട് കയറാം. മെയിൻ ഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലോറുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു വുഡൻ ഫിനിഷ് ഉള്ള സ്റ്റീൽ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സൈഡിൽ തന്നെ ഒരു വിൻഡോ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അകത്തോട്ട് കയറാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പല കളേഴ്സിന്റെ ഒരു ഇത് കാണാം, ഒരു ബ്യൂട്ടി കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്പേസ് ഒരു ഫോയർ സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ സ്പേസിലോട്ട് ഇനി പോകാൻ പോകുന്നത്. ഈ ഫോയർ സ്പേസിൽ നിന്ന് ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന ഒരു ഫോർമൽ ലിവിങ്ങിലോട്ടും പിന്നെ പോകുന്നത് ഇവിടുത്തെ നടുമുറ്റം ഒക്കെ ഉള്ള ഒരു ഭാഗത്തോട്ടാണ്. അപ്പം ഈ ഒരു ഫോയർ സ്പേസ് മാത്രം അവർ സ്ക്വയർ ടൈൽ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ഡിക്കോർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ഒക്കെ ആയാലും ഇങ്ങനെ കർവ് ചെയ്തിട്ട് അവർ എടുത്തിരിക്കുന്നത്. ആ കർവ് ചെയ്തെടുത്തേക്കുന്ന ആ ഭാഗത്തൊക്കെ മൾട്ടി വുഡില് വുഡൻ ഫിനിഷിലുള്ള ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഫോർമൽ ലിവിംഗ് സ്പേസിലോട്ട് കയറാം. അപ്പോൾ ഫോർമൽ ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്ന ടൈലായാലും നല്ല രസമായിട്ടുണ്ട്. അപ്പം ഇതും ഒരു ടെറാക്കോട്ട ഫിനിഷിലുള്ള ടൈലാണ്. പക്ഷെ ചെറിയൊരു ടെക്സ്ചർ, ഒരു പാറ്റേൺ ആയിട്ട് ഒക്കെ ഉള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ റൂമിലോട്ട് നമ്മൾ കയറുമ്പോൾ കാണാം ഇവിടുത്തെ ഓപ്പണിംഗ് ഏരിയസ് എല്ലാം തന്നെ ഇങ്ങനെ ആർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ ഒരു വിൻഡോ, ഒരു കിളിവാതിൽ പോലത്തെ ഒരു സ്പേസ് ഈ ഭാഗത്തുണ്ട്. അതും അങ്ങനെ തന്നെ ആർച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു. TV കൺസോൾ ആയാലും ഒരു വളരെ മിനിമലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ആർച്ചിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വുഡൻ ഫിനിഷ് ഉള്ള ലാമിനേറ്റ് പോലത്തെ മെറ്റീരിയലാണ് ഇവിടും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് മാത്രം റതൻ വീവിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ദിവാനും ഓൾറെഡി ഇവർ ഇവിടുത്തെ സൈസിനനുസരിച്ച് മേടിച്ചിട്ടിരിക്കുന്ന ഒരു സോഫ സെറ്റിയാണ്. 5-6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും നല്ല നീളത്തിലുള്ള ഒരു വിൻഡോ ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അതിൻ്റെയൊക്കെ പടിയിലൊക്കെ ആയാലും അവർ ആ ടൈല് കൊണ്ട് സ്റ്റെയർ കേസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലിന്റെ പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡോർ ഓൾറെഡി പറഞ്ഞ് റെഡിമെയ്ഡ് ഡോറാണ് മേടിച്ചിരിക്കുന്നത്, സ്റ്റീൽ ഡോർസ്. പക്ഷേ ഈ ഇവിടുത്തെ സൈസിനും ഡിസൈനും ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് തന്നെ കസ്റ്റം ചെയ്ത് ചെയ്യാനുള്ള ടീം ഓൾറെഡി ഇവിടുത്തെ ബിൽഡേഴ്സിന്റെ കയ്യിലുള്ളതുകൊണ്ട് അവർ അങ്ങനെ സൈസും സ്റ്റൈലും പറഞ്ഞ് കസ്റ്റം ചെയ്താണ് സ്റ്റീൽ വിൻഡോസും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫയർ സ്പേസിന്റെ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു ഗ്ലേസ്ഡ് ജാളിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വേറെ കൊതുകോ വേറെ ഏജന്റുകളോ ഒന്നും കയറത്തൊന്നുമില്ല, വെട്ടം കിട്ടുകയും ചെയ്യും. നമ്മൾ ഫയറിൽ ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ്, ഫോർമൽ ലിവിംഗിൽ ഒരു ടൈപ്പ് ഫ്ലോറിംഗ്. ഇനിയിപ്പം കയറാൻ പോകുന്ന അടുത്തൊരു സ്പേസ് എൻ്റയർലി വേറൊരു ടെറൈനാണ്. അപ്പോൾ ഒരു നടുമുറ്റമൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു വാംത്തും ഒരു ട്രഡീഷണൽ ഫീല് തോന്നിക്കുന്ന രീതിയിൽ അത്താങ്കുടി ടൈൽസിന്റെ മാതൃകയിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു നടുമുറ്റം. ഒരു 3 നിലയുടെ ഉയരത്തിലോട് അത്രയും ഹൈറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു സ്പേസ്. അതിന്റെ നടുക്ക് ഡേ ലൈറ്റ് കയറാൻ വേണ്ടി സൺലൈറ്റ് കയറാനുള്ള പ്രൊവിഷന് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലും ഉണ്ട്. മുകളിൽ ഗ്ലേസിങ് ചെയ്തിരിക്കുന്നുണ്ട്, മഴയോ ഒന്നും കയറുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെളിയിൽ കണ്ട കോയിപ്പൗണ്ടിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന വിൻഡോയുടെ സൈഡിൽ ഒരു ബേ വിൻഡോ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വുഡൻ തീമിലുള്ള ലാമിനേറ്റിൻ്റെ ഒക്കെ ഒരു റെപ്പിറ്റേഷൻ ഉണ്ട്. ഇവിടെ ഒക്കെ കണ്ടാലും അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫോർമൽ ലിവിംഗ് സ്പേസിൽ കാണുന്ന ആ ഒരു കിളിവാതിൽ വേണ്ട ഇവിടെ എന്തുകൊണ്ട് കാണുമ്പോഴും അതിന് വേറൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഒരു വിഷൻ എല്ലാ സൈഡിൽ നിന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ആവശ്യത്തിനുള്ള ഒരു പ്രൈവസി ഉണ്ട് താനും. 4 സൈഡിലെ തൂണുകൾ കൊടുത്തിരിക്കുന്നതായാലും സിമെന്റ് പ്ലാസ്റ്ററിൽ തന്നെയാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു മാറ്റ് ഫിനിഷ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുമുറ്റത്തിന്റെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ബോർഡർ കൊടുത്തിരിക്കുന്നത് നമ്മൾ സിറ്റ് ഔട്ടിലെ ആ ഇരിപ്പിടമൊക്കെ ചെയ്തേക്കുന്ന സെയിം ഗ്രാനൈറ്റ് ആണ്. അതിനകത്ത് സിംബോളോടെ ഒരു ഗ്രേ കളറിലെ ടൈലും പിന്നെ ഒരു പാറ്റേൺ ടൈലും കാർപ്പറ്റ് ടൈലും ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോഴും അതേ വുഡൻ ഫിനിഷിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണിത്. ഒരു ഒറ്റ പീസ് പോലെ തോന്നിക്കും. ഇതൊരു ഫ്രെയിം പോലെ വന്നാണ് പൂജാ സ്പേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതായാലും വളരെ മിനിമലായിട്ട് എന്നാൽ അത്യാവശ്യം ഒരു സ്പേസ് കിട്ടിയിട്ടുമുണ്ട്. താഴെ ഇവിടെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു നടുമുറ്റത്തിന്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് കിച്ചണിലോട്ടുള്ള എക്സസും സ്റ്റെയർ ഏരിയ ഒക്കെ ഇവിടുന്ന് തന്നെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു സ്പേസ് ആണ് ഇവിടുത്തെ വീട്ടുകാർ കൂടുതലും ഗ്യാതറിങ്ങിനൊക്കെ ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ നടുമുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴെയുള്ള ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ ബെഡ്റൂംസിന്റെ ഡോസ് ഒക്കെ വന്നിട്ട് ലാമിനേറ്റഡ് ഡോസ് ആണ്. അതുപോലെ സ്റ്റീൽ ഫ്രെയിംസ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് പണികളും കൂടി ഒക്കെ ഉണ്ട്. ഈ ഒരു വാർഡ്രോബ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പഴയ വാർഡ്രോബിനെ അവർ നല്ല രീതിയിൽ പുതിയതായിട്ട് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഫ്ലോറിലാണെങ്കിലും വന്നിട്ട് ചെയ്തിട്ടുള്ളത് വുഡൻ പ്ലാങ്ക്സ് കണക്കിനുള്ള ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് 120x60 വുഡൻ പ്ലാങ്ക് ടൈലാണ് ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്വീൻ സൈസ് ബെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിററും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വെളിച്ചം കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു വോളിൽ വലിയൊരു വിൻഡോ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നല്ല വെളിച്ചമൊക്കെ ഈ ബെഡ്റൂമിലേക്ക് കിട്ടും. നമുക്കിനി മുകളിലത്തെ ബെഡ്റൂം കാണാം.
നമുക്ക് താഴെ ഇവിടെ 2 ബെഡ്റൂമാണ്. താഴത്തെ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ ഒരു നടുമുറ്റത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവർ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ഇരുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ മുകളിലത്തെ കാഴ്ചകളോ കാറ്റും വെളിച്ചവും ഒക്കെയുള്ള കിട്ടുന്ന രീതിയിൽ ഈ നടുമുറ്റത്തിൻ്റെ അടുത്തിരുന്നാണ് അവർ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഒഴിഞ്ഞൊരു കോണിലായിട്ട് മാറിയാണ് വാഷ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള രീതിയിലാണ് വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മൾട്ടി വുഡിൽ അവർ ഗ്രൂവ് ചെയ്ത് ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്ത് ഒരു ഗ്രേ കളറിൽ പെയിന്റ് ഒക്കെ കൊടുത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൂസ് കൊടുത്തേക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി അതിനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഡൈനിങ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ ഓപ്പൺ കിച്ചൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു കിച്ചൺ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ടീൽ ബ്ലൂ കളറിൻ്റെ ഒരു ബ്ലെൻഡാണ് ലോവർ ക്യാബിനറ്റ്സുമായിട്ട് ചേർന്നിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കളറാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി വുഡിന്. അതുപോലെ താഴെ അതിന് മൾട്ടി വുഡ് തന്നെയാണ് മെറ്റീരിയൽ, അതിൽ ടീൽ ബ്ലൂ കളർ അവർ കൊടുത്ത് ആ ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സിങ്കും അതുപോലെ വളരെ വലിയ ലെങ്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിൻഡോസും കൊടുത്തിട്ടുള്ളത്, നല്ലപോലെ വെളിച്ചമൊക്കെ കയറുന്ന രീതിയിൽ. ഈ ഭാഗത്തായിട്ട് റെഫ്രിജറേറ്ററും ഇവിടെ കുറച്ച് നീഷ് സ്പേസസും കൊടുത്തിട്ടുണ്ട്. അവനൊക്കെ വെക്കാനൊക്കെയുള്ള രീതിയിൽ അവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ്. വൈറ്റ് കളറിലെ കിച്ചൺ സ്ലാബ് ടൈലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്പ്ലാഷ് ആയിട്ട് പോയിട്ടുള്ള ടൈലാണെങ്കിലും ഇത് സെയിം കളർ തന്നെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇപ്പുറത്തൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോകുമ്പോൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സങ്കൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ താഴ്ച സെയിം ഒരു ബോർഡർ കട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഗ്രാനൈറ്റിന്റെ ഒരു ചെറിയ ബോർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു എലമെന്റ് ഒരു ടേബിളൊക്കെ കൊടുത്ത് ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ വെച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല വെളിച്ചമൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കിട്ടുന്നത്. സ്റ്റെയർ കേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ഹാൻഡ് റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്ലാന്റർ ബ്ലോക്സ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. കുറച്ചൊരു ഹൈറ്റിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഇവിടെ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്താണ് ഈ ഒരു ഭാഗം അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുകയോ ആ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുകയോ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. ത്രെഡിൽ വുഡൻ പ്ലാങ്ക്സും വെച്ചിട്ട് റൈസിൽ വന്നിട്ട് ടൈൽസും ഒട്ടിച്ചിട്ടാണ് അങ്ങനെയാണിത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ കുറച്ച് പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലാൻഡിങ് വരെയും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്കാണെങ്കിലും GIയിൽ വുഡൻ എലമെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഇത്രയും ഭാഗം മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ നടന്നു കയറുമ്പോൾ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടായിരുന്നു. ആ ലാൻഡിങ്ങിന് ശേഷം ഇവിടെ പിന്നെ GIയിൽ വുഡൻ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഇനി അടുത്തൊരു ലാൻഡിങ്, ഒരു സെക്കൻഡ് ലാൻഡിങ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ GI എലമെന്റ്സ് ഇങ്ങനെ ഒരു വെർട്ടിക്കലി ഉള്ള GI എലമെന്റ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു എയറി ഫീലാണ് ഈ ഒരു, അതായത് ഒത്തിരി കൺജസ്റ്റഡ് അല്ല, നമുക്ക് ഒത്തിരി വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇവിടെയും അതുപോലെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ്. പിന്നെ ഒരു അത്താങ്കുഴി ടൈൽസിന്റെ പാറ്റേൺ തന്നെ സെയിം കണ്ടിന്യൂ ചെയ്യാണ് മുകളിലത്തെ ഫ്ലോറിലും. ഈ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയയിൽ ഇവരൊരു ചെറിയ ചാരികസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്നാൽ നമുക്കൊരു പ്രൈവസി ഉണ്ട്. അതായത് പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു സ്പേസിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കണ്ടാൽ അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഇവർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു കാർപ്പറ്റ് ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു മൊറോക്കൻ സീരീസ് ടൈല് തന്നെയാണ് ഈ ഒരു പാറ്റേൺ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് വരുമ്പം നമുക്ക് താഴെയുള്ള ആ ഒരു നമ്മുടെ നാലുകെട്ട് അല്ലെങ്കിൽ ആ ഒരു നടുമുറ്റത്തിന്റെ ആ ഒരു ഫീല് ഇവിടെ നിന്നും കിട്ടും. അതായത് താഴോട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. താഴ്വശത്തെ ആ ഡൈനിങ് സ്പേസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനൊക്കെ പറ്റും. ഇത് നല്ല ഹൈറ്റ് ആണ്. ആക്ച്വലി ഒരു താഴെ മുമ്പേ കണ്ടപ്പോൾ തന്നെ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 നിലയുടെ ഒക്കെ എത്രയോ ഒരു ഹൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ. അതായത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ട് ഗ്ലേസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. അവിടെ 3 ഗ്ലേസ്ഡ് ആയിട്ടുള്ള പീസസ് ഒക്കെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ നല്ല പോലെ വെളിച്ചം കിട്ടത്തക്ക രീതിയിലാണ് മുകളിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. ആ ഓടിന്റെ ആ ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ള ടൈലൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. നല്ല പോലെ വെളിച്ചം ആ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. താഴെ ആ ഒരു നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ആ നടുമുറ്റത്തിലേക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയും ഈ ഒരു GI വിത്ത് വുഡൻ എലമെന്റ് വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ റെയിൽസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നടന്നൊക്കെ പോവാണെങ്കിലും ഒക്കെ ആ ഒരു വേറൊരു ഫീലാണ്, മൊത്തത്തിലൊരു എയറി ഫീലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂം, അതായത് മുകളിലത്തെ
ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് കയറാം. ഈ ബെഡ്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഇവിടുത്തെ ഈ സപ്രമഞ്ച കട്ടിലാണ്. ഇതിൽ നല്ല ചെയ്തെടുത്തിട്ടുള്ള കടഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനുകളും ഒക്കെ ഇതിന് നല്ലൊരു ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്. ഇതൊരു കിങ് സൈസ് ആണ്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു വലിയ ബേ വിൻഡോ നമുക്ക് ഇരിക്കാനോ വായിക്കാനോ കിടക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു വലിയ വിൻഡോ ഏരിയ വോളിലും ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നല്ല വെളിച്ചമൊക്കെ ഈ ഒരു ബെഡിലേക്കും അതുപോലെ ഈ ഫ്ലോറിലേക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിലാണെങ്കിലും ഒരു വുഡൻ ഫിനിഷ് തരുന്ന 120x60 ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ പാനലിംഗ് ഒക്കെ ഈ ഒരു മിററിന്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഒക്കെ ഒരു വാം ലൈറ്റ് ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ ഡ്രസ്സിംഗ് ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിൽ ഉണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബ് എന്ന് പറയാനായിട്ട് ഇവരിത് നേരത്തെ ഉണ്ടായിരുന്ന താഴെ ചെയ്ത പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അലമാരി അവർ എങ്ങനെ സെറ്റ് ചെയ്ത് പുതിയതാക്കി എടുത്തിട്ടുള്ളതാണ്. അതും ഒരു പഴമയുടെ ആ ഒരു മിക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ബെഡിൻ്റെ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് ആ ഒരു കോർണറിൽ ഒരു വാം ലൈറ്റും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം മുകളിൽ 2 ബെഡ്റൂമാണ്. അപ്പോൾ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് കാണാൻ, പക്ഷേ അത് ഫർണിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു ബെഡ്റൂമാണ്. അങ്ങനെ 2 ബെഡ്റൂം നമ്മൾ കണ്ടു, 2 ബെഡ്റൂം ഫർണിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു ഡോറും കൂടി നമ്മൾക്ക് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടെറസ് ഏരിയയിലോട്ടാണ് പോകുന്നത്. വളരെ വിശാലമായിട്ടൊരു ടെറസ് ഏരിയ ആണിത്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഈ ഒരു ടെറസ്. ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഗ്യാതറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഈ ഒരു വിശാലമായിട്ടുള്ള ടെറസിലുണ്ട്. കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങോടുകൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാൻ വരുന്നതും വീട് പണി കഴിയുന്നതോടുകൂടി കല്യാണം നടത്തുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ മുതൽ കുറേ സംശയങ്ങളായിരുന്നു. ഏത് തരത്തിലുള്ള വീട് വേണം പണിയാൻ, എന്തായിരിക്കും നല്ലത്, പിന്നെ ആരോട് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചേച്ചിയും അമ്മയും കൂടിയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിന്നതും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതും. ഏറ്റവും കൂടുതൽ പറയാനും പറ്റിയ അവർക്കാണ്. ഈ വർഷം ആരംഭത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം അവൻ സ്ഥലത്തില്ല, 2 പേര് സ്ഥലത്തില്ല. അപ്പോൾ നമ്മളതൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. നാളെ അങ്ങനെ ഒരു നമുക്ക് അയ്യോ അതങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ളൊരു വരരുതല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഒരു ഡിസംബറോട് കൂടിയിട്ട് നമ്മൾ കുറേ ഇങ്ങനെ അന്വേഷിച്ച് ലാസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന ഒരു ആളാണ് വിപിൻ ചേട്ടനെ റെഫർ ചെയ്യണത്. അമ്മയ്ക്കായാലും അവനായാലും ഐശുവിനായാലും ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒറ്റൊരു ഇതായിരുന്നു 4 കെട്ട് വേണം എന്നുള്ളത്. അപ്പോൾ സ്ഥലം കാണിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ആളുടെ അടുത്ത്. ആള് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്ലാൻ തരുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒറ്റ ഇതിൽ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തിരുന്നു. അത് കാലാവസ്ഥയൊക്കെ ഭയങ്കര പ്രതികൂലമായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ മഴ. പക്ഷെ ആ ഒരു ടൈം പീരീഡിൽ തീർക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇവർ വരുമ്പോഴേക്കും തീർക്കണം. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആളൊപ്പം നിന്ന കാരണം കൊണ്ട് ഒരു സമയത്തിന് അത് തീർക്കാൻ പറ്റി. നമ്മുടെ പ്രസൻസ് ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബിബിൻ ചേട്ടൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തന്നുണ്ട്. ഇപ്പോൾ വീട്ടുകാരായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയാലും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അതിനൊക്കെ ഒരു നല്ലൊരു സാഹചര്യമാണ് ആൾ ചെയ്തു തന്നത്. മെയിൻ സിറ്റ് ഔട്ട് പൂമുഖം അവിടെ പോണ്ടൊക്കെ ഇരുന്ന് കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ചായ കുടിച്ചിരിക്കുക, അതൊക്കെ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഒരുപാട് മൊമെന്റ്സും മെമ്മറീസും നിറഞ്ഞൊരു സ്പേസ് ആണിത്. പിന്നെ വീട്ടിലെ പല ബേ വിൻഡോസും അത് അധികം നമ്മൾ റൂമിലിരിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നല്ലാണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ് എല്ലാവരും ഉള്ളത്. ഞങ്ങളുടെ ഈ ക്ലയന്റ് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് 7 മാസമാണ് സമയമുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ വർക്ക് തീർക്കണം. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട് വേണം, അത് 4 കെട്ടാവണം. ഇതാണ് അവർ പറഞ്ഞത്. നമ്മൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പ്ലാൻ വരച്ചു, ക്ലയന്റിൻ്റെ അടുത്ത് വന്ന് കാണിച്ചു. അവർക്ക് ഓക്കെ. പിന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര മഴ, കാറ്റ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വിത്ത് ഇന്റീരിയർ 7 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. വളരെ ഷോർട്ട് ടൈമിൽ ഒരു കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. ആഫ്മോൺ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായി. ലൈക്ക ഇന്റീരിയർ എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി, എൻ്റെ കമ്പനി, ഒരു 3-4 വർഷമായി. അങ്ങനെ പിന്നെ വിബേട്ടനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെടാൻ സാഹചര്യമായി. പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ എന്നുള്ളൊരു ഡിസ്കഷനായി. പിന്നെ ഞങ്ങളുടെ ഒരു ബോണ്ടും ഭയങ്കര ഓക്കെ ആയി. ഞങ്ങൾ ഓൾ കേരളായിട്ട് ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ കൂടുതലും തൃശ്ശൂർ ഏരിയയിലാണ് ചെയ്യുന്നത്. ഈ വർക്കേഴ്സിനെ കൊണ്ടുപോകാനും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു ടീം നമുക്ക് തൃശ്ശൂരാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ കൂടുതലും തൃശ്ശൂരാണ് ചെയ്യുന്നത്. ഇന്റീരിയറിന്റെ വർക്ക് ഞങ്ങൾ ഓൾ കേരള ആയിട്ട് ചെയ്യുന്നുണ്ട്.
തിരുവനന്തപുരം തൊട്ട് നമുക്ക് കണ്ണൂർ വരെ എവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾ സൈറ്റിൽ വർക്കേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മെറ്റീരിയലും മൈക്കിങ് വർക്കേഴ്സും എല്ലാം ഇവിടെ വന്നിട്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളല്ലാണ്ട് എല്ലാം മോഡുലറായിട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ വിപിൻ ചേട്ടനോട് ആദ്യം പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ അതിനായിരുന്നു അവസാനം വരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ വിപിൻ ചേട്ടനായാലും വിപിൻ ചേട്ടൻ്റെ ടീമായാലും വിനായൻ ചേട്ടനായാലും എല്ലാം ഡീറ്റെയിൽ ചെയ്ത് ഓരോ ഘട്ടം വരുമ്പോഴും ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യണത്, അപ്പം അതിലെന്താണ് അഭിപ്രായം, അങ്ങനെ ഓരോന്നും നമ്മളോട് ചോദിച്ചിട്ടാണെങ്കിലും എല്ലാം നമുക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മുടെ അഭിപ്രായം എടുത്തിട്ട് അവർ ചെയ്തു തന്നിരുന്നു. ഈവൻ ടൈൽസിന്റെ കാര്യമാണെങ്കിൽ പോലും ഒന്നും അറിയില്ലായിരുന്നു, ടൈൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ പോയി അത് നോക്കി ഇതിങ്ങനെയാ അങ്ങനെ എന്ന് പറഞ്ഞ് എല്ലാം കൺസൾട്ട് ചെയ്ത് വളരെ നന്നായിട്ട് തന്നെ നമുക്കത് എടുക്കാനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനും പറ്റി. അവരുടെ ഭാഗത്തു നിന്ന് ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായത്. ഈ വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും വിപിൻ ചേട്ടനോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഇതിങ്ങനെ പോരെ, ഇത് ഇങ്ങനെ ശരിയാവുമോ. അപ്പോൾ ആളതിനെ കുറിച്ചുള്ളത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.